നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓസ്ട്രേലിയയിൽ ക്വീൻസ്ലാൻഡിൽ സൗത്ത് ബ്രിസ്ബണിലെ സെൻറ്റ് തോമസ് പാരിഷ് സംഘടിപ്പിച്ച പ്രോഗ്രാമിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. സിറോ മലബാർ സഭയുടെ വിശ്വാസവും പൂർവികർ കൈമാറത്തുന്ന പൈതൃകവും നമ്മുടെ രാജ്യത്തിൻ്റെ അതിർവരമ്പുകളും ഭേദിച്ച് മറ്റു രാജ്യങ്ങളിൽ വളരുന്നു. ഒരു സീറോ മലബാർ വിശ്വാസിയെ സംബന്ധിച്ച് ഇതൊരു അഭിമാനത്തിൻ്റെ നിമിഷമാണ്. നാട്ടിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറുമ്പോൾ തൻ്റെ വിശ്വാസങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും യാതൊരു ഭംഗവും വരുന്നില്ല എന്നത് ഒരു സാധാരണ വിശ്വാസിക്കേറെ സന്തോഷമുണർത്തുന്നു. നോക്കണം, പല ഭാഗത്തു നിന്നുള്ള സീറോ മലബാർ വിശ്വാസികൾ അവർ വ്യത്യസ്ത ജീവിത ചുറ്റുപാടുകളിലും സാഹചര്യങ്ങളിലും ജീവിച്ചു വന്നവരാണ്. അവർ ഒരു വിശ്വാസ സമൂഹമായി മാതൃരാജ്യത്തിന് വെളിയിൽ മറ്റൊരു രാജ്യത്ത് മറ്റൊരു നാട്ടിൽ ഒരുമിച്ച് കൂടുന്നു. അവരുടെ വിശ്വാസം പ്രഘോഷിക്കുന്നു, അത് ആഘോഷമാക്കുന്നു. ഞങ്ങൾ ഈ വീഡിയോ ചെയ്തപ്പോൾ പല ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നു. എന്ത് പ്രോഗ്രാമാണ് നടന്നത്, അതിൻ്റെ വീഡിയോയും ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ആ ഒരു ശുശ്രൂഷയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. നമുക്കറിയാം, ഈ ശുശ്രൂഷ ഒരുക്കിയത് ബഹുമാനപ്പെട്ട ഷാജി തുമ്പേശ്ശേരി അച്ഛനാണ്. അച്ഛനും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ലഭിച്ചിരുന്നു എന്നറിയാൻ കഴിഞ്ഞു. പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി അതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. ഒരു കൊച്ചുകുട്ടിക്ക്, പുറംനാട്ടിലെ സംസ്കാരത്തിൽ ജീവിച്ച് പരിചയമുള്ള ഒരു കുട്ടിക്ക് അപ്പൻ സഭയുടെ പാരമ്പര്യം പരിചയപ്പെടുത്തുന്നതായാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ മുഴുവനായി നമുക്ക് കാണിക്കാൻ പരിമിതികളുണ്ട്. തുടക്കം ചില ഭാഗങ്ങളിൽ ഓഡിയോ രൂപം മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അതിമനോഹരമായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കതൊന്ന് കാണാം. ഒലിവ് പൂക്കും നാട്ടിൽ നിന്നും ഒരു നാൾ പണ്ടൊരു നാൾ അറബിക്കടലും കടന്നു വന്നു. Papa, you are crazy today. Holding the picture of someone and singing. Who is that guy, Papa? എടാ സാവിയോ, someone അല്ലടാ, സെയിൻറ്റ് തോമസ്, our own saint. Today is July 3rd, Saint Thomas Day. So what? It's only a Thursday for me. Nothing more than that. അല്ല, പപ്പയും മോനോട് രാവിലെ വഴക്കടിക്കുക. എടി, ഇവൻ സെൻറ്റ് തോമസ് ഡേ എന്ന് കേട്ടപ്പോൾ പറയുക അതവന് വെറും ഒരു ഓർഡിനറി ഡേ ആണെന്ന്. Actually, he is scornful about Saint Thomas. അവൻ കളിയാക്കുക. ഓ, അങ്ങനൊന്നും ആയിരിക്കില്ലെന്ന് നിങ്ങൾ അവന് പറഞ്ഞു കൊടുക്കാഞ്ഞിട്ട. Papa, എനിക്ക് ആരോടും സ്കോൺഫുൾ അല്ല. But എനിക്ക് ഒന്നും അറിയില്ല. Papa, ഇതൊന്നും തോക്ക് ചെയ്തിട്ടില്ല. ഓഹോ, ആക്ച്വലി അതാണോ നിന്റെ പ്രോബ്ലം? പപ്പ പറഞ്ഞുതരാമല്ലോ. എൻ്റെ മോന് മനസ്സിലാകുന്ന രീതി പപ്പ പറഞ്ഞുതരാം. Yes, Papa. I am ready to listen. ആ, എന്നാ തുടങ്ങിക്കോ. ഞാനേ സിഡ്നിയിലെ ബേബി ഷൈനെ ഒന്ന് വിളിച്ചിട്ട് വരാം. ചെല്ലടി മോനെ. ഫസ്റ്റ് ഓഫ് ഓൾ, സാവിയോയോട് പപ്പ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഡു യു റിയലി ലവ് ജീസസ്? Why doubt, Papa? I love my Jesus. പപ്പയ്ക്ക് സംശയമുണ്ടോ? ഇല്ലടാ, ഇല്ല. ഓക്കെ, എങ്കിൽ മറ്റൊരു കാര്യം. Are you really proud to be a member of the Catholic Church? പപ്പയുടെ ഓരോ ക്വസ്റ്റ്യനുകൾ കേട്ടിട്ട് ചിരി വരുന്നു. There is no doubt, Papa. I am really proud to be a Catholic and I love Jesus. എങ്കിൽ മോനെ, അതിന്റെ മൂലകാരണം റൂട്ട് കോസ് തോമാശ്ലീഹായ. ഇങ്ങനെ തുടങ്ങുന്ന ഈ അപ്പൻ മകൻ സംസാരം നമ്മുടെ പാരമ്പര്യം കൺമുൻപിൽ വരച്ചു കാട്ടുന്ന ഒരു അത്ഭുത ശുശ്രൂഷയായി മാറുന്നു. നമുക്ക് തുടർന്ന് കാണാം. വേദാന്തം നിർത്തിപ്പോയി, അവളെ ഭാര്യയായി സ്വീകരിക്ക്. ശിശുക്കളുടെ അധരങ്ങളിൽ സ്തുതി വെച്ചവനാണ് എൻ്റെ ദൈവം. വരൂ, നമുക്ക് ആ കുഞ്ഞിനോട് തന്നെ ചോദിക്കാം. ഇയാൾക്ക് വട്ട. ഇവനെയൊക്കെ അടിച്ചു കൊല്ലണം. കൊന്നോളൂ, പക്ഷേ ആദ്യം ന്യായം തെളിയിക്കാൻ ഒരു അവസരം വേണം. അത് നേരാ, അത് നേരാ. കാര്യം മനസ്സിലായോ? കൊല്ലത്ത് നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു പാരമ്പര്യ കഥയാണിത്. തോമാശ്ലീഹായിൽ കുറ്റം ആരോപിക്കാൻ ഒരു നുണക്കഥയുമായി എത്തിയവരെ അദ്ദേഹം നേരിടുന്ന ഒരു രംഗമാണിത്. അദ്ദേഹം എത്ര ശാന്തനായിട്ടാണിത് നേരിട്ടതെന്ന് നോക്കൂ. ഈശോയുടെ ശക്തിയിൽ ആശ്രയിച്ച് തോമാശ്ലീഹ എങ്ങനെ ഈ ക്രൈസിസിനെ അതിജീവിച്ചു എന്ന് നമുക്ക് കാണാം. സഹോദരി, നിന്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്കൊന്ന് തരുമോ? ഇല്ല, തരില്ല. കൊള്ള വേദാന്തി, കള്ളത്തരം പറഞ്ഞോട് നടക്കുക. കൊള്ളൻ. സഹോദരന്മാരെ, നിങ്ങൾ എന്നെ ഇട്ടിച്ച് പോവരുതേ. ഈ കള്ള വേദാന്തിയായത്. നീ ആ കുഞ്ഞിനെ അങ്ങോട്ട് കൊടുക്ക്. അങ്ങോട്ട് കൊടുക്കുവച്ചേ. എന്റെ ഈശ്വര, ഇനി എന്റെ കുഞ്ഞിനെ ഇയാൾ എന്നാ ചെയ്യാൻ പോവാണ്? അയ്യോ, കുഞ്ഞേ, പഞ്ചാരമുത്തേ, നിന്റെ താതൻ ഞാനാണോ
അതോ മറഞ്ഞിരിക്കും ഒരാളോ? ഇപ്പോൾ തന്നെ കൊച്ചു പറയും. പറഞ്ഞില്ലെങ്കിൽ എന്താ, അവൻ വിരൽ ചൂണ്ടുന്നത് കണ്ടോ? ആ ചോരക്കുഞ്ഞ് നമ്മുടെ കേശുവിന്റെ നേരെ വിരൽ ചൂണ്ടുന്നല്ലോ. കാര്യം മനസ്സിലായില്ലേ? എത്ര വഞ്ചന നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ജ്ഞാനം അത്ഭുതം പ്രവർത്തിക്കും. ആ ശിശുവിൻ്റെ അധരങ്ങളിൽ കോട്ട കെട്ടിയ ദൈവം ആ കുഞ്ഞിൻ്റെ വിരൽത്തുമ്പിലൂടെ മറഞ്ഞിരുന്ന കെണിയൊരുക്കിയ ആളെ കാട്ടിക്കൊടുത്തു. എന്റെ കൊച്ചിന്റെ തന്ത ഈ വേദാന്തി തന്നെയാ. പക്ഷേ ഈ ചോരക്കുഞ്ഞ് കള്ളത്തിന് പറയില്ലല്ലോ. ആ, കാശുകൊണ്ട് പാപത്തെ മൂടാനാകുമോ മകനെ? ഗുരു, എന്നോട് ക്ഷമിക്കണം. ഞാനും ഇവളും കൂടി അങ്ങയെ ചതിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാ. എന്നെ ശപിക്കരുത്. ഇവര് നമ്മളെ മണ്ടന്മാരാക്കി. അതേ ഗുരു, ഈ ചതിയുടെ വേഷം അങ്ങയുടെ ശത്രുക്കൾ കെട്ടിച്ചതാ. മാപ്പാക്കണം. രണ്ടിനെ എറിഞ്ഞു കൊല്ലണം. പിടിക്കണേ അവരെ. രണ്ടിനെ വെറുതെ വിടരുത്. ആ, ഈ കലാരൂപം അരങ്ങേറിയത് നമ്മുടെ നാട്ടിലല്ല എന്നോർക്കണം. ജോലിയുടെയും ഭാരങ്ങളുടെയും കഠിനാധ്വാനത്തിൻ്റെയും നടുവിൽ കിട്ടിയ സമയം ഉപയോഗിച്ച് ഈ അത്ഭുത വിരുന്നൊരുക്കിയത് ഓസ്ട്രേലിയൻ മലയാളികളാണ്. അതും സീറോ മലബാറിൻ്റെ അഭിമാന പുത്രീപുത്രന്മാർ. മാർത്തോമാ ശ്ലീഹായുടെ ജീവിതം വരച്ചു കാട്ടിയ ഓരോ രംഗത്തിനും പുതുമയായിരുന്നു. രാജാവിന്റെ സഹോദരൻ മരിച്ചുപോയി. It's very sad. What then? കാര്യം എന്താണെന്ന് മനസ്സിലായോ? തോമാസ് ശ്ലീഹായുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഗുഡഫർ രാജാവുണ്ട്. അദ്ദേഹം ഒരു കൊട്ടാരം പണിയിപ്പിക്കാൻ ശില്പി എന്ന അർത്ഥത്തിൽ തോമാസ് ശ്ലീഹായെ ഭരമേൽപ്പിച്ചു എന്നാണ് പാരമ്പര്യം. തോമാസ് ശ്ലീഹയാകട്ടെ ആ ധനം മുഴുവൻ ദരിദ്രർക്ക് കൊടുത്തു. രാജാവ് സ്വാഭാവികമായും അസ്വസ്ഥനായി. അദ്ദേഹത്തെ തുറങ്കിലും അടച്ചു. ഇതാണ് സംഭവം. നമുക്ക് തുടർന്ന് കാണാം. ഒരു ദിവസം രാത്രി രാജാവിന്റെ സഹോദരൻ സ്വപ്നത്തിൽ രാജാവിന് പ്രത്യക്ഷനായി. ജ്യേഷ്ഠ, ഇത് ഞാനാണ്, അങ്ങയുടെ മരണമടഞ്ഞ അനുജൻ. പോ പോ, എനിക്ക് വയ്യ. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ പോ. മരണത്തിന്റെ താഴ്വരയിൽ നിന്നും നിന്റെ സ്വപ്നത്തിലേക്ക് ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണ്. എന്തു കാര്യം പറയാൻ? അങ്ങയുടെ പേരിൽ ഒരു മഹാകൊട്ടാരം നിത്യതയുടെ ദേശത്ത് ഞാൻ കണ്ടു. അതെ, ദൈവസന്നിധിയിൽ തിളങ്ങുന്നൊരു കൊട്ടാരം. ആ കൊട്ടാരത്തിന്റെ ഇടനാഴികളിലൂടെ, ചരിത്രത്തിന്റെ ഇടവഴികളിലൂടെ, പവിഴശോഭയുള്ള ആ മഹാ അങ്കണത്തിലെത്തി ആ മഹാരാജാവിനെയും ആ രാജാവിനെ തോൽപ്പിച്ച രാജശില്പിയെയും കാണാൻ. വാ മോനെ സാവിയോ, വാ. ഒരേ സമയം സ്റ്റേജിലും അതേസമയം LED-യിലും ഒരുപോലെ അവതരിപ്പിക്കപ്പെട്ട ഈ പ്രോഗ്രാമിൻ്റെ ദൃശ്യചാരുത നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്കൂ. കൊട്ടാരം കാണുവാൻ വന്നേ രാജാവ്, കൺകളാൽ ഭൂവിൽ കണ്ടില്ലേ കോപം ആളുന്നേ. എവിടെ നമ്മുടെ പുതിയ കൊട്ടാരം? ശില്പി നമ്മെ വഞ്ചിച്ചിരിക്കുന്നു. തുറങ്കിൽ സ്ലീഹായേ അടയ്ക്കുന്നേ കോപത്താല രാജാവ് ഏറ്റം നിഷ്ഠൂരം. കൊണ്ടുവരൂ. സത്യമായും ഞാനങ്ങെ വഞ്ചിച്ചിട്ടില്ല രാജതിരുമനസേ. അങ്ങ് സ്വപ്നം കാണാത്തൊരു കൊട്ടാരം അങ്ങേക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. രാജാവിന്റെ മൃതി പൂണ്ട സഹോദരൻ പരലോകെ പിന്നോമൊരു കൊട്ടാരം കണ്ടുണർന്നേ. ഓ ദൈവമേ, സ്വപ്നത്തിൽ വന്നാദൂതു രാജാവിനെ അറിയിച്ചേ. ശ്ലീഹാമീനക്കായി സ്വർഗേ കൊട്ടാരം തീർത്തല്ലോ. ജ്യേഷ്ഠ, അങ്ങയുടെ പേരിൽ സ്വർഗലോകത്ത് ഒരു കൊട്ടാരം ഞാൻ കണ്ടു. സ്വപ്നത്തിൽ സോദരനെയും
സ്വർഗേയുള്ള മാളികയെയും കണ്ടപ്പോൾ രാജൻ സംപ്രീതനാ. ഹേ മന്ത്രി, ഭൂമിയിൽ ആരും തരാത്തൊരു സന്തോഷം എന്തുകൊണ്ടോ നാം ഇപ്പോൾ അനുഭവിക്കുന്നു. കാരാഗ്രഹ വാതിൽ തുറന്ന് മാർത്തോമായെ സ്വതന്ത്രനാക്കി ദൈവത്തെ മന്നൻ വാഴ്ത്തി. ഈ മഹാശുശ്രൂഷ അണിയിച്ചൊരുക്കിയ ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിലെ സൗത്ത് ബ്രിസ്ബൺ സെന്റ് തോമസ് പാരിഷിലെ എല്ലാ വിശ്വാസികൾക്കും അവരുടെ വികാരിയച്ഛനും നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. കങ്കാരുവിന്റെ നാട്ടിൽ ആത്മദാനദാഹമോടെ കരടു ചേർത്തൊരുക്കുകയായി രാജശക്തി. കങ്കാരുവിന്റെ നാട്ടിൽ ആത്മദാനദാഹമോടെ കരടു ചേർത്തൊരുക്കുകയായി രാജശക്തി. രാജശക്തി മഹാരാജശക്തി, രാജശക്തി മഹാരാജശക്തി. ഗപദനി സനിദപ ഗപദനിദ മാർഗമതോദിയത്തോമാ മാർഗമതോദിയത്തോമാ സ്വർഗമാളിക തീർത്തൊന്നു വേറെ കോപമിയെന്നൊരു രാജാവിൻ മിഴികളിൽ കൃപയുടെ അഞ്ജനമെഴുതി. കോപമിയെന്നൊരു രാജാവിൻ മിഴികളിൽ കൃപയുടെ അഞ്ജനമെഴുതി. ഞാൻ മുൻപ് പ്രേക്ഷകരോട് സൂചിപ്പിച്ചതുപോലെ സീറോ മലബാർ സഭയുടെ വിശ്വാസവും പൂർവികർ കൈമാറിത്തന്ന പൈതൃകവും നമ്മുടെ രാജ്യത്തിൻ്റെ അതിർവരമ്പുകളും ഭേദിച്ച് മറ്റു രാജ്യങ്ങളിൽ വളരുന്നു എന്നത് ഒരു സീറോ മലബാർ വിശ്വാസിയെ സംബന്ധിച്ച് ഒരു അഭിമാന നിമിഷം തന്നെയാണ്. നാട്ടിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറുമ്പോൾ തൻ്റെ വിശ്വാസങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്ക് യാതൊരു ഭംഗവും വരുന്നില്ല എന്നത് ഒരു സാധാരണ വിശ്വാസിക്ക് ഏറെ സന്തോഷമുണർത്തുന്ന കാര്യം തന്നെയാണ്. കർത്താവിൻ്റെ സഭ എന്നും മുൻപോട്ട് തന്നെ. ഓസ്ട്രേലിയയുടെ മണ്ണിൽ പുതുചരിത വരമെഴുതാൻ കത്തുന്ന ഹൃദയങ്ങൾ അണിചേരുകയായി രാജശില്പി